ഹലോ ഫ്രണ്ട്സ്. ഞാനിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇടിച്ചക്കയും മുതിരയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കി നോക്കാം. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ചക്ക കിട്ടാൻ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എനിക്കും കിട്ടിയൊരു ഇടിച്ചക്ക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ചക്ക മുറിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ കത്തിയിലും കയ്യിലൊക്കെ നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ തൊലി കളയാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചക്കയൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചക്കയൊക്കെ അതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുതിര ഒന്ന് വറുത്തെടുക്കാനുണ്ട്. മുതിര അത്യാവശ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. മുതിര നന്നായിട്ട് വറുത്ത് വരുമ്പം അതിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി നന്നായിട്ട് കഴുകി അരിച്ചെടുത്ത ശേഷം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശകലം വെള്ളം ഇതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാനിനി വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഒരു 2 വിസിലടിച്ച് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ഇനി 2-3 ഉണക്കമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ട് നമുക്കതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി ആ വറവ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഇടിച്ചക്ക മുതിര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം, കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണേ. ഓക്കെ, താങ്ക്